ഷട്ടർ മലയാള സിനിമയിലേക്ക് തുറന്ന പുതിയ ജാലകമല്ല, പഴയ സൗന്ദര്യശാസ്ത്ര സങ്കല്പങ്ങൾക്ക് മേലിട്ട ഷട്ടറാണ്. ഞാൻ ആ അർത്ഥത്തിൽ ഒരു സിനിമ എടുക്കാനാണ് തീരുമാനിച്ചതും. എനിക്ക് പുതിയ കാഴ്ചകളല്ല കാണിക്കാനുള്ളത്, പഴയ കാഴ്ചകൾക്ക് മേൽ ഷട്ടർ ഇടുക എന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ 26 കൊല്ലം ഒരു സിനിമാ പ്രവർത്തനവുമായി ബന്ധപ്പെടാതെ ഞാൻ നിന്നതും എൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. കലാപരമായി മുമ്പിൽ നിൽക്കുന്നതും അതേസമയം സാധാരണ പ്രേക്ഷകർ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സിനിമ രീതി, ഒരു ചലച്ചിത്ര ഭാഷ എങ്ങനെ കണ്ടെത്താമെന്നുള്ളതായിരുന്നു എൻ്റെ അന്വേഷണം. ഇതിൻ്റെ ഭാഗമായി ഒരുപാട് അലച്ചിലുകളും ഒരുപാട് ചർച്ചകളും ഒക്കെ ഞാൻ ഇതിൻ്റെ ടെക്നീഷ്യൻസൊക്കെ ആയിട്ട് നടത്തി. അതിൻ്റെ ഫലമാണ് ഷട്ടർ എന്ന സിനിമ ഉണ്ടായത്. ഇത്തരമൊരു സിറ്റുവേഷൻ കേരളത്തിൽ ഉണ്ടായാൽ അതിലത്തെ ക്യാരക്ടേഴ്സ് അനുഭവിക്കുന്ന അതേ മാനസികാവസ്ഥ എങ്ങനെ ഒരു മലയാളിക്ക് കൊടുക്കാൻ പറ്റും, മലയാളിയുടെ ഈ കപട സദാചാര ബോധത്തിന് എങ്ങനെ ഒരു പ്രഹരമേൽപ്പിക്കാം എന്നതായിരുന്നു എൻ്റെ മുമ്പിലുള്ള ചാലഞ്ച്. എൻ്റെ മുൻ നാടകങ്ങളിലും എൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ ഞാൻ ഈ നമ്മളുടെ മലയാളിയുടെ കാപട്യത്തെയാണ് ആക്രമിച്ചിട്ടുള്ളത്. അതേസമയം അതിനോടൊപ്പം മനുഷ്യനന്മയിലുള്ള എനിക്ക് തന്നെയുള്ള അഗാധമായ വിശ്വാസം, മനുഷ്യരിൽ ഭയങ്കരമായ നന്മയുണ്ടെന്നും ആ നന്മ അവൻ തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്ന് അവൻ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ എൻ്റെ തിരക്കഥയിലൂടെ ശ്രമിച്ചത്. അപ്പോൾ ഇങ്ങനെ ഷട്ടറിന് വേണ്ടി ഞാനൊരു തിരക്കഥ ആദ്യം തയ്യാറാക്കിയത് ഒരു 10 പേജിലുള്ളൊരു ഇംഗ്ലീഷിലുള്ളൊരു വൺലൈനാണ്. ഞാൻ ഇങ്ങനെ സിനിമ ചെയ്യാൻ നിമിത്തം പോലെ ആ കാലത്ത് ഞാൻ ദുബായിലുള്ളപ്പോൾ കേരള കഫേ, രഞ്ജിത്തിൻ്റെ കേരള കഫേ കാണാനിടയായി. കേരള കഫേയിൽ 10 ചെറിയ ചിത്രങ്ങളാണ്. ആ ഒരു ചിത്രം കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി, ഇത് ഈ ഫ്രെയിം ഹരി നായർ വെച്ചതായിരിക്കും, എൻ്റെ പഴയ സുഹൃത്ത്. അപ്പോൾ അങ്ങനെ ഹരി നായരെ ഞാൻ ബന്ധപ്പെടുന്നു, ഫേസ്ബുക്കിലൂടെ ബന്ധപ്പെടുന്നു. അപ്പോൾ ഞാൻ സബ്ജക്റ്റ് പറയുന്നു, ഹരി പറയുന്നു ഇറ്റ് വർക്ക്സ് എന്ന് പറയുന്നു. അതോടുകൂടെ ഞാനതിൻ്റെ രചനയിൽ ഏർപ്പെടുകയാണ്. അവൻ്റെ സുഹൃത്തും സംവിധായകനുമായ രഞ്ജിത്തിനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ രഞ്ജിത്തിന് സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു, ഇതൊരു ഷോർട്ട് ഫിലിം സബ്ജക്റ്റായി എടുക്കരുത്. ഞാൻ ഷോർട്ട് ഫിലിമായിട്ട് ആദ്യം കൺസിഡർ ചെയ്തത്, ഇതൊരു ഫീച്ചർ ഫിലിമിനുള്ള സാധ്യതകളുണ്ട്, നീ അങ്ങനെ ആലോചിക്കുന്നു. അങ്ങനെ ഫീച്ചർ ഫിലിമിനുള്ള സാധ്യത തേടിയാണ് ഞാൻ ഈ തിരക്കഥ 2 വർഷത്തോളം എടുത്തിട്ട് എഴുതുകയും മാറ്റി എഴുതുകയും വീണ്ടും എഴുതുകയും, ഇതിനിടയ്ക്ക് ഞാനുമായി ബന്ധപ്പെട്ട ഓട്ടോ തൊഴിലാളി മുതൽ സിനിമാറ്റോഗ്രാഫർ വരെ, അല്ലെങ്കിൽ എഡിറ്റർ വരെ, അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയർ വരെ, ഫൈനലി ഡബ്ബിംഗ് തിയേറ്ററിൽ വരെ, എൻ്റെ ഡ്രൈവറായിട്ട് വരെ ഡിസ്കസ് ചെയ്യുകയും അവരിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്കുകൾ ഒക്കെ തന്നെ വളരെ ഫലപ്രദമായി ഇതിലുപയോഗിക്കാൻ കഴിഞ്ഞുവെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിലെ ഓരോ ഭാഗം ഷൂട്ട് ചെയ്യുമ്പോഴും ഈ പ്രൊഡക്ഷൻ ബോയ്സ് വരെ എന്നോട് അഭിപ്രായം പറഞ്ഞിരുന്നു, ഇതൊരു കൂട്ടായ സിനിമയാണ്, ഇതൊരു കളക്റ്റീവ് വർക്കാണ്. സിനിമ ഒരു ഹിറ്റ്ലറുടെ സിനിമ, അല്ലെങ്കിൽ ഞാനാണ് സ്വേച്ഛാധിപതി എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ സിനിമയായിട്ട് കാണാൻ പറ്റില്ല എന്നെ ബോധ്യപ്പെടുത്തിയ സിനിമയാണ് ഷട്ടർ. ജോണിൻ്റെ കൂടെ വർക്ക് ചെയ്തു എന്നുള്ളത് വലിയൊരു, എന്നെ സംബന്ധിച്ചിടത്തോളം ജോൺ ഈസ് മൈ യൂണിവേഴ്സിറ്റി എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നതാണ്. ജോൺ ഈസ് മൈ യൂണിവേഴ്സിറ്റി. ലൈറ്റിംഗ് മുതൽ മേക്കപ്പിലും ഡബ്ബിങ്ങിലും എഡിറ്റിങ്ങിലും ഒക്കെ അതിൻ്റെ ധാരണ ഉണ്ടാക്കാൻ എന്നെ സഹായിച്ചത് അമ്മ അറിയാനാണ്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് പറയുമ്പോൾ ഞാൻ ഹരി നായരെയാണ് ഇതിൻ്റെ DOP ആയിട്ട് വച്ചത്. ഹരിക്ക് സബ്ജക്റ്റ് അറിയുന്നത് കൊണ്ടും ഇതിൻ്റെ ലൈറ്റിംഗ് പാറ്റേണിനെ കുറിച്ചും ഒരു ചെറിയ മുറിക്കുള്ളിൽ നടക്കുന്ന വലിയ സംഭവത്തെ എങ്ങനെ ബോറടിപ്പിക്കാതെ ഇരുളും വെളിച്ചവും ഇടകലർത്തി അതിവിദഗ്ധമായി ഹരി ഇതിൽ നിർവഹിച്ചു എന്നുള്ളത് സിനിമ കാണുന്നവർക്കറിയാം. മാത്രമല്ല ഈ മുറി ഒരു സെറ്റിട്ട മുറിയാണ്, എന്നാൽ ജംഗ്ഷൻ നിലവിലുള്ള ജംഗ്ഷനാണ്. റഷീദിൻ്റെ വീട് ഇൻറ്റീരിയർ വേറൊരു വീടാണ്, എക്സ്റ്റീരിയർ വേറൊരു വീടാണ്. പക്ഷേ എല്ലാം കൂടി സമഞ്ജസമായി ചേരുന്ന ഈ സിനിമയിൽ നിങ്ങൾക്കൊന്നും കണ്ടുപിടിക്കാനാകാത്ത രീതിയിൽ അതിന് ലൈറ്റിംഗ് പാറ്റേണുകൾ കൊണ്ടും ഒക്കെ തന്നെ ഹരി നായർ ഈ സിനിമയെ മനോഹരമാക്കി. ബിജിത് ബാല എഡിറ്റിങ്ങിൽ സഹായിച്ചു, ബിജിത് ബാലയെ കൂടാതെ ശ്രീറാം സഹായിച്ചു. ദൃശ്യഭാഷയെപ്പോലെ തന്നെ സിനിമയുടെ ടോട്ടാലിറ്റിയെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് സൗണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ദൃശ്യവും ശബ്ദവും ചേർന്നതാണ് സിനിമ. മലയാള സിനിമയിൽ പൊതുവെ
ശബ്ദത്തിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഇവിടെ എനിക്ക് വേണ്ടത് ശബ്ദമാണ്. ഷട്ടർ തുറക്കുന്നതും അടയ്ക്കുന്നതും അതിൻ്റെ വിവിധ ഭാവങ്ങൾ, അത് കരയുന്നതും ചിരിക്കുന്നതും നിലവിളിക്കുന്നതും ചിലപ്പോൾ നിശബ്ദമാകുന്നതും ഒക്കെ തന്നെ എനിക്ക് രംഗനാഥ് രവി ഒരുക്കി തന്നു. രംഗനാഥ് അതിനുവേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകയും വിവിധ ഷട്ടറുകൾ അത് പരീക്ഷിക്കുകയും ആക്ച്വൽ സൗണ്ട്സ് വേണമെന്ന് എൻ്റെ ഭയങ്കരമായ നിർബന്ധം കാരണം കോഴിക്കോട് പച്ചക്കറി മാർക്കറ്റിൽ പോയിട്ടും റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടും ബസ് സ്റ്റാൻഡിൽ പോയിട്ടും ആക്ച്വൽ സൗണ്ട്സൊക്കെ റെക്കോർഡ് ചെയ്തു വളരെ മനോഹരമായി ഇതിൽ സന്നിവേശിപ്പിച്ചു. അതുപോലെ ഇതിൽ ഡബ്ബ് ചെയ്തത് മുഴുവൻ ആർട്ടിസ്റ്റുകൾ തന്നെയാണ്, ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പോലുമില്ല. അത് വളരെ വ്യത്യസ്തമാണ് മറ്റു സിനിമകളിൽ നിന്നും. അതുപോലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് തോന്നുന്നത് RR എന്ന പേരിൽ നമ്മൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള റീറെക്കോർഡിംഗ് എന്നാണ് മലയാള സിനിമയിൽ അതിനെ പുച്ഛിച്ച് പറയാറുള്ളത്. കാരണം ഈ ശബ്ദം കൊണ്ടുള്ള മായാപ്രപഞ്ചം സൃഷ്ടിക്കുകയാണ് RR. അതിന് വ്യത്യസ്തമായി സൈലൻസാണ് എനിക്ക് വേണ്ട മ്യൂസിക് എന്നാണ് ഞാൻ എൻ്റെ മ്യൂസിക് ഡയറക്ടറോട് പറഞ്ഞത്. ജേക്കബ് പണിക്കരും ബിബി സാമുമാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിക്കുന്നവർക്കറിയാം, ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൂടെ മാത്രം പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ ദൃശ്യപരമായും ശബ്ദത്തിൻ്റെ കാര്യത്തിലും ഒരു മാച്ചിങ് പോയിൻ്റ് ഈ സിനിമയിൽ സിനിമ പഠിക്കുന്നവർക്കും സിനിമ സീരിയസ് ആയി കാണുന്നവർക്കും മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു ഏരിയ ഇതിലെ ആക്ടിംഗ് ആണ്. ലാലിനെ പോലെയുള്ള ഒരു നടൻ ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട സിംഹത്തെ പോലെ പെരുമാറുന്ന ഒരവസ്ഥയാണ് എനിക്ക് വേണ്ടിയിരുന്നത്. ഞാൻ മലയാളത്തിൽ പല നടന്മാരെയും ഈ ക്യാരക്ടർ ചെയ്യാൻ ആലോചിച്ചെങ്കിലും ബോഡിയിൽ വയലൻസും മനസ്സിൽ നിഷ്കളങ്കതയും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നടൻ എന്ന നിലയിലാണ് ഞാൻ ലാലിനെ കാസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ശ്രീനിവാസൻ, വളരെ പരിചയസമ്പന്നനായ നടനാണ് ശ്രീനിവാസൻ. ശ്രീനിവാസൻ്റെ ആക്ടിങ് പാറ്റേൺ, ബിഹേവിയറൽ പാറ്റേണാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരാൾ സാധാരണ രീതിയിൽ പെരുമാറുന്ന, ഒരു അസ്വാഭാവികതയുമില്ലാതെ, ഒരു നാടകീയ സംഭാഷണവുമില്ലാതെ, കഷ്ടം നല്ലൊരു ചങ്ങായി പോലും ഇല്ലാതെ എന്ന് ചോദിക്കുന്ന സാധാരണ മനുഷ്യനെ പോലെയുള്ള ശ്രീനിവാസൻ. നാടക നടി കൂടിയായ സജിത മഠത്തിൽ എനിക്ക് അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ പെരുമാറ്റ രീതികളും ഡയലോഗ് ഡെലിവറിയും എനിക്ക് ആവശ്യമായിരുന്നത്. മലയാളത്തിൽ മറ്റേത് നടിയേക്കാളും ഏതൊരു ആക്ട്രസിനേക്കാളും നന്നായി അവർ ചെയ്തു. വിനയ് ഫോർട്ട് ഇതിനുവേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചു. ഓട്ടോ ഓടിക്കാൻ പഠിച്ചു, ഓട്ടോറിക്ഷക്കാരൻ്റെ മാനറിസങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ ഇതിൽ ഇവരെ കൂടാതെ 40ഓളം കോഴിക്കോട്ടെ നാടക നടീനടന്മാർ അഭിനയിച്ചു. ഇങ്ങനെ അഭിനയത്തിൻ്റെയും ദൃശ്യത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും ഒരു ടോട്ടാലിറ്റി ആയിട്ടാണ് ഞാൻ ഷട്ടർ അവതരിപ്പിക്കുന്നത്. ഇത് സാമ്പ്രദായിക മലയാള പഴയ സിനിമാ സങ്കല്പങ്ങൾക്ക് മേൽ ഞങ്ങളിടുന്ന ഷട്ടറാണ്. പുതിയ സിനിമകൾ ഷട്ടർ തുറന്ന് പുറത്തു വരും എന്ന് നമുക്ക് ആശിക്കാം. Joy and me go long way back together. We know each other from the mid-80s when we applied to the Film and Television Institute of India together. We lost touch in between, and Joy got back to me. He was not in India, and he got back to me seeing a work of mine, the film called Kerala Cafe, and he bounced an idea with me over the phone and through the mail, and that's how Shutter started for me. I'm really happy the way the film has turned out. Joy was very clear in terms of how the narrative of the film would flow. I was part of the film right from the beginning. Initially it was conceived as a short film, and then it grew into a feature as an idea. It was to be treated like a thriller. This was the plan right from the beginning, and it's one of the most interesting genres I've worked on in a long time, apart from the fact that it's one of the most interesting films I've ever worked on. The idea was to mix satire
and treat it like a thriller. So it was, in terms of cinematography, it was really cut out for me in terms of how to tell a story, and the story is so powerful. So we were very clear visually, it had to follow uh, the narrative. So there was nothing, I had to basically catch the essence of the mood. As far as like create that space inside the shutter room was very challenging, because this shutter room had just one ventilator space, and so there's night happening there, there's day happening there, there is evening happening there, there's morning happening there. So the idea was how to create those moods uh, with that given space. So that was very interesting and also very challenging at the same time. How I could play with my light, how I could play with the emotions of the characters present inside the shutter room at that point in time. We had, I mean, we had great performers, great actors. The performances were really, really of a very high caliber. So for me, my job was, in a sense, cut out quite easy. I had to just essentially deliver the mood through movement and lighting, and the actors took the rest. So it Shutter is really close to me as a film. When I actually saw the film, when after the edit, and when I got into grading of the film, and when you grade a film, you normally see it without sound. So there is a guide track which is probably just the dialogues, and even with just a guide track, the film was so gripping for me. I remember getting quite emotional about it when I saw just before I started grading, I saw the film in the grading room. And the script also kept evolving a little bit during the shooting, for the better, definitely. And when I finally saw the entire film, now with the sound, music, and picture, I've seen it so many times, and it still doesn't stop to grip me. I'm sure it'll do the same for you, and when you watch the film. Shutter sends a very strong message, and looking at how the film has been running in theatres now, close to now for around 100 days, people have taken the film very positively. I think when you see the DVD, I'm sure you'll enjoy it as much as we enjoyed making the film. വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ സമയമെടുത്ത് ചെയ്തൊരു വർക്കായിരുന്നു ഷട്ടർ എൻ്റെ കരിയറിൽ. അതിൽ പൂർണ്ണമായിട്ടുള്ളൊരു സപ്പോർട്ട് ഡയറക്ടറുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. ഒരിക്കലും ഒരു പ്രഷർ ഉണ്ടായിട്ടില്ല വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് സമയം തന്നു വർക്ക് ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മൾ സാധാരണ ഒരു മലയാള സിനിമയിൽ സൗണ്ടിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന പണമോ അല്ലെങ്കിൽ സൗണ്ട് ടൈമോ അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് കിട്ടി ശരിക്കും പറഞ്ഞാൽ. ഓരോ സൗണ്ട്സ്, അത് എസ്പെഷ്യലി അതിൽ ഓട്ടോറിക്ഷ ഒരു ക്യാരക്ടറാണ് ഷട്ടർ എന്ന ഫിലിമിൽ. അപ്പോൾ അത് നമ്മൾ ഷോർട്ട് വൈസ് ഞാൻ നോട്ട്സ് ഉണ്ടാക്കിയിട്ട് അത് ആ ഷോട്ടിനനുസരിച്ച് ഞാൻ പോയിട്ട് റെക്കോർഡ് ചെയ്ത് ഓട്ടോറിക്ഷ. പിന്നെ പറയാനുള്ളത് മെയിൻലി ഷട്ടർ എന്ന് പറയുന്ന സൗണ്ട്, ഷട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടൈറ്റിൽ അല്ല, ഷട്ടറിൻ്റെ സൗണ്ടാണ് വേറൊരു ഇമ്പോർട്ടൻറ്റ് സൗണ്ട് ഫാക്ടർ ഷട്ടർ എന്ന സിനിമയിൽ. അതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സ്റ്റോറി നടക്കുന്ന ഈ ഒരു ഷട്ടറിൻ്റെ അകത്താണല്ലോ. അപ്പോൾ ആ ഒരു സ്ഥിരമായിട്ട് തുറക്കാത്ത ഒരു ഷട്ടറാണ്
അങ്ങനത്തെ ഒരു ശബ്ദമാണ് അതിൽ യൂസ് ചെയ്തേക്കണത്. അതായത് വളരെ റസ്റ്റി ആയിട്ടുള്ള വളരെ തുരുമ്പ് പിടിച്ച ഒരു ഷട്ടറാണ് ഈ സ്റ്റോറി നടക്കുന്ന ഈ ഒരു ഷട്ടർ ആ ഒരു ഷോപ്പിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ ആംബിയൻ്റായിട്ട് അപ്പുറത്ത് അല്ലെങ്കിൽ തൊട്ടടുത്ത കടയിൽ അങ്ങനെ ഇങ്ങനെയുള്ള ഷട്ടേഴ്സൊക്കെ പുതിയ അല്ലെങ്കിൽ വളരെ എന്നും തുറന്നടയ്ക്കുന്ന രീതിയിലുള്ള വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഷട്ടേഴ്സിൻ്റെ സൗണ്ട്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ ഒരു കാലിക്കറ്റിനൊരു വളരെ റോ ആയിട്ട് കാണിച്ചിട്ടുള്ളൊരു സിനിമയാണെന്ന് തോന്നുന്നു എനിക്ക്. ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ലൊക്കേഷൻ ഉണ്ട്, ആ ഒരു ജംഗ്ഷൻ ഉണ്ട് കാലിക്കറ്റിൽ. അവിടെ പോയി അവിടുത്തെ ആംബിയൻസ് റെക്കോർഡ് ചെയ്തു. അതൊക്കെയാണ് മെയിൻലി റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ഈ കാലിക്കറ്റിൻ്റെ മാർക്കറ്റും ഷട്ടറും പിന്നെ ഓട്ടോറിക്ഷയാണ് മെയിൻലി ലൈവായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് കൂടുതൽ. ഷട്ടർ മോസ്റ്റ്ലി ഒരു 75% ഓഫ് ദി ഫിലിം നടക്കുന്നത് രാത്രിയാണ്. അപ്പോൾ കൂടുതലും ഒരു നൈറ്റ് ആംബിയൻസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് മോസ്റ്റ്ലി ഒരു എന്താ പറയുക, സൈലൻസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 1-2 ക്രിക്കറ്റ് സൗണ്ട്സ് യൂസ് ചെയ്യുന്നതല്ലാതെ ഒരു ജനറലി ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റാണ് ഇത് ചെയ്തേക്കണം. എടുത്തു പറയാവുന്നത് ഫോളി സൗണ്ട്സാണ്. ഫോളി റെക്കോർഡിങ് ചെയ്തിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫോളോ ചെയ്തിട്ടുള്ളൊരു വർക്കാണ് ഷട്ടർ. എസ്പെഷ്യലി ഈ ഷട്ടർ കുത്തി തുറക്കാൻ ശ്രമിക്കുന്ന ഒരു സീനുണ്ട്. അത് വളരെ ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയൊരു ഡിസൈൻ പാർട്ടായിരുന്നു. പിന്നെ ഒരു വിനയ് ഫോർട്ടിൻ്റെ തന്നെ ഒരു ഹാലുസിനേഷൻ പോലത്തെ ഒരു സീനുണ്ട്. അതൊക്കെ ഉള്ളി സൗണ്ട് വെച്ച് സൗണ്ട് ഡിസൈൻ മാത്രം, മ്യൂസിക് ഉപയോഗിക്കാതെ സൗണ്ട് ഡിസൈൻ മാത്രം വെച്ച് ചെയ്തിട്ടുള്ളൊരു സീക്വൻസസാണ്. ഇതിൽ പിന്നെ ഷട്ടർ എന്ന് പറഞ്ഞാൽ ഫിലിമിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും എനിക്ക് വളരെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ജോയ് മാത്യു എന്ന ഒരു എന്താ വേണമെങ്കിൽ ലെജൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ കൂടെ ചിലവഴിക്കാൻ പറ്റിയ സമയവും അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങൾ സിനിമയ്ക്ക് പുറത്തും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അത് ധാരാളം വായിക്കുകയും യാത്ര ചെയ്യുകയും ധാരാളം വായിച്ചിട്ടുള്ളൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു ആണ് തീർച്ചയായിട്ടും. അദ്ദേഹത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സമയം വളരെ എൻ്റെ ലൈഫിലെ ഒരു വെരി ഗുഡ് എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ കാണും. ആക്ച്വലി ജോയ് മാത്യു സാറ് 25 ഇയേഴ്സിന് ശേഷം സിനിമയിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു, സന്തോഷമായിരുന്നു. കാരണം ഞാൻ അമ്മാരിയാൻ്റെ വളരെ ഒരു ഗ്രേറ്റ് ഫാനാണ്. ബേസിക്കലി ജോൺ അബ്രഹാമിൻ്റെ സിനിമകളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. സോ അദ്ദേഹം വന്നിട്ടൊരു ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ മലയാള സിനിമ ചെയ്തില്ല, അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഈ 25 വർഷം കാത്തിരുന്ന് ഒരു മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് മൈൽ സ്റ്റോൺ ആയിട്ടുള്ളൊരു സിനിമ ഉണ്ടാക്കി അതിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എൻ്റെ ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നു.